അറിവിൻ്റെ രംഗത്ത് കുരുന്നുകൾക്കും മറ്റു വിവിധ മേഖലയിൽപ്പെട്ടവർക്കും അനുഗ്രഹമായി ഷിജ അൻസാരി നടത്തുന്ന ന്യൂ ജ്യോതി പബ്ലിക് സ്കൂൾ അതിൻ്റെ 14ാം വാർഷികം ഈ അടുത്ത ദിവസം ചാന്നാങ്കര നടക്കുന്നുണ്ടായി. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് അഡ്വക്കേറ്റ് ഷാനിക ബീഗം. ഇതിന് നേതൃത്വം നൽകിയ അതിൽ പ്രധാനിയായിരുന്നു പനച്ചമൂട് ഷാജഹാൻ. ഈ സ്കൂൾ ഇന്ന് ഒരു 4-5 കുട്ടികൾ തുടങ്ങി ഇന്ന് ഏതാണ്ട് 250-ലേറെ അല്ല, ഏതാണ്ട് 250 അല്ല, അതിലേറെ 300-അടുപ്പിച്ച് കുട്ടികൾ പഠിക്കുന്നു. പക്ഷേ സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങോ മറ്റൊന്നുമില്ല. ഈ മനസാക്ഷി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന യൂസഫ് അലിയെ പോലുള്ളവർ, മനസ്ഥിതിയുള്ളവർ ഇവരെ സഹായിച്ചാൽ തീർച്ചയായിട്ടും അത് ആ പ്രദേശത്തല്ല കേരളത്തിൻ്റെ മാതൃകാ തലത്തിൽ നിരവധി അറിവിൻ്റെ മേഖലയിൽ എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇതിനാരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്ന ഇതോടുകൂടി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ന്യൂ ജ്യോതി പബ്ലിക് സ്കൂളിൻ്റെ 14ാമത് വാർഷികാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ അങ്കണത്തിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളൊക്കെ പലരും അവരുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ വീടുകളിലേക്ക് മടങ്ങിയെന്നാണ് തോന്നുന്നത്. പലരും വീട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. ഈ പ്രോഗ്രാം ആസ്വദിക്കുവാൻ ഇനിയും കുറേ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെല്ലാം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കഴിഞ്ഞ 13 വർഷക്കാലം ഷിജ അൻസാരി എന്ന ഒരു വ്യക്തി അവരുടെ സ്വന്തം പ്രയത്നത്താൽ സഹപ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് തന്നെ നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നിലയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഓൺലൈനായും ഓഫ്ലൈനായിട്ട് പോലും പലപ്പോഴും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠന സഹായങ്ങൾ ചെയ്തൊരു സ്ഥാപനം എന്ന നിലയ്ക്ക് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് ന്യൂ ജ്യോതി പബ്ലിക് സ്കൂൾ. എന്തായാലും വമ്പൻ സ്ഥാപനങ്ങൾക്കിടയിൽ ഒരു കൊച്ചു സ്ഥാപനം, അത് നിങ്ങളുടെയൊക്കെ കൂടെ സഹകരണത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പിന്നണിയിൽ കൂടെ പ്രവർത്തിക്കുവാനുള്ള അവസരം തരികയും അതിന് immense pleasure to welcome you all to the 14th annual day celebration of our school. താങ്ക് യു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പനച്ചമൂട് ഷാജഹാൻ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച വിനിത ടീച്ചർ, നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള സിനിമാ താരം സിനി, എൻ്റെ കൂടെ എൻ്റെ സതീർത്ഥ്യരായി ഉണ്ടായിരുന്ന സലാം മെമ്പർ, സഫീർ മെമ്പർ, ഷീജ ടീച്ചർ, മറ്റ് ടീച്ചേഴ്സ്, എൻ്റെ മുന്നിലുള്ള പാരൻസ്, കുട്ടികൾ, ഒരുപാട് സന്തോഷം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ. ഈ സ്കൂൾ 14 വർഷമായി ഒരു സ്ത്രീ ടീച്ചറുടെ പ്രവർത്തനോദ്ഘാടനത്തോടു കൂടി ആരംഭിച്ചു. ഇത്രത്തോളം വളർന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാവിധ നന്മകളും ആശംസിക്കുകയും ചെയ്യുന്നു. ഒന്ന്, ഈ ശരിക്കും പറഞ്ഞാൽ CWCയുടെ ചെയർപേഴ്സണായി ഞാൻ ഒട്ടനവധി കാലം എൻ്റെ വീട് മംഗലപുരത്താണ്, എൻ്റെ നാട് തന്നെയാണ് കണിയാപുരം ഒക്കെ. എല്ലാ ആൾക്കാരും, സ്വന്തക്കാരും, ബന്ധുമിത്രാദികളും എല്ലാവരുമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ വികസനവും സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ, എൻ്റെ ഹൃദയത്തിനകത്തുള്ള ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. മാത്രമല്ല, ഞാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇതൊക്കെ എൻ്റെ ബ്ലോക്കിലെ തന്നെ പഞ്ചായത്തുകളായിരുന്നു. അതുകൊണ്ട് തന്നെയും ഓരോ വികസനവും വളരെ സന്തോഷത്തോടു കൂടി അന്നും ഇന്നും എന്നും നോക്കിക്കാണുന്നു. ICDസിലുണ്ടായിരുന്നപ്പോഴും ഇതെല്ലാം എൻ്റെ പ്രദേശം, അതുകൊണ്ട് എല്ലാം കൊണ്ടും എൻ്റെ പ്രദേശമാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്,
അച്ഛന്മാരെ ഒന്നിനെയും കാണാൻ കഴിയുന്നില്ല. 1-2 പേരൊഴികെ ബാക്കി ആരെയും കാണാൻ കഴിയുന്നില്ല. എനിക്ക് ഹലോ, ഒന്ന് ബഹളം വയ്ക്കാതിരിക്കാമോ? കുട്ടികൾ ബഹളം വയ്ക്കാതിരുന്നാൽ ഞാനൊരു പാട്ട് പാടിത്തരാം. മിണ്ടാണ്ടിരിക്കുമോ? ഓക്കെ, ശരി. അതെ, എനിക്ക് 1-2 സങ്കടങ്ങൾ പറയാനുള്ളത്. ഷീജ ടീച്ചറെ, നമ്മുടെ സ്കൂളുകൾ വല്ലാണ്ട് നശിച്ചുകൊണ്ടിരിക്കുക ടീച്ചറെ. ഞാൻ കാണുന്ന കാഴ്ചകളാ ദിവസവും. CWCയിൽ ജുഡീഷ്യറിയാണ്, ഞങ്ങളുടെ കോടതിയാണ്. ആ കോടതിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് എല്ലാ കോടതിയെയും പോലെ ബോർഡ് വെച്ചിരിക്കുന്നത് 11 മുതൽ 5 മണി വരെ. പക്ഷെ 10 മണിക്ക് ഞാൻ എത്തും. കാരണം ഞാനിപ്പോൾ ഇവിടെ അല്ല താമസം. അമ്മമാരും മനസ്സിലാക്കാൻ പറയുകയാണ്, ടീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറയുകയാണ്. ഈ പാവം ഈ കുഞ്ഞുങ്ങള് എങ്ങനെയോ അറിയാതെ പാവം കുഞ്ഞുങ്ങളെ മെമ്പർമാരറിയാൻ പറയുക, വളരെ മോശമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം, നമ്മുടെ ജില്ല. കേരളം അല്ലെങ്കിൽ എല്ലായിടവും ആയിരിക്കാം, പക്ഷെ തിരുവനന്തപുരം ജില്ല കുട്ടികൾ 1-ലും 2-ലും 3-ലും പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അറിയാണ്ട് കുട്ടികളുടെ സ്കൂളിൽ പോയി കൊടുത്ത് പൈസ, ഒരു മിഠായിക്ക് 50 രൂപ വാങ്ങി ആ മിഠായി കഴിക്കുന്ന കുട്ടി നാളെ 50 രൂപയ്ക്ക് വീട്ടിൽ ചെന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. ആ കുട്ടിക്ക് ആ മിഠായി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥ. ഓരോ സ്കൂളിൻ്റെയും മുക്കിലും മൂലയിലും ബാത്റൂമിലും ഒക്കെ ആ സാധനമുണ്ട്. കൂളെന്നാണ് അതിന് പേര്. ആ സാധനം ഇങ്ങനെ വലിയ മാഫിയ പൊട്ടിച്ചെതറി നടക്കുകയാണ്. ഓരോ സ്കൂളിൽ കൊണ്ടൊക്കെ പറയുകയാണ് ഓരോരുത്തരോടും. അറിയണം, നമ്മുടെ കുഞ്ഞിൻ്റെ കണ്ണ് ഒരു ദിവസം ചുവന്നിരുന്നാൽ ഒന്ന് നോക്കണം. ഒരു ദിവസം ചുവന്നിരുന്നാൽ പോട്ടെ, അടുത്ത ദിവസവും ചുവന്നിരുന്നാൽ അറിയണം പഠിക്കുന്നില്ല, പഠിത്തം കുറഞ്ഞു, അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല, ഒക്കെ അറിയണം. ഇന്നലെ CWCയിൽ 2 കുട്ടികളെ ഒരു സ്കൂൾ കൗൺസിലറും സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. 7-ലും 8-ലും പഠിക്കുന്നു, 6-ലും 7-ലും പഠിക്കുന്നു. 6-ാം ക്ലാസ്സുകാരൻ 30,000 രൂപ വീട്ടിൽ നിന്ന് എടുത്ത് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്തിട്ട് മൊബൈൽ ഫോൺ വാങ്ങാൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവന്മാരോട് ചോദിച്ചു വന്നപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആലോചിക്കണം, 7-ാം ക്ലാസ്സിൽ പഠിക്കുക നമ്മുടെ പിഞ്ച് മക്കൾ. ആ ഫോണിനകത്ത് എനിക്ക് പറയാൻ പാടില്ല, പറയുന്നില്ല, പക്ഷെ വളരെ മോശമായ കാഴ്ചകൾ ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് അതിനകത്ത്, ആ മൊബൈൽ ഫോണിനകത്ത് അവർ പിടിച്ചു വെച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ഇവിടെ ഓരോ CWC ചെയർപേഴ്സൺ എന്ന നിലയിൽ ഏറ്റവും പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഒരുപക്ഷെ ഞാൻ കൊള്ളില്ലാഞ്ഞിട്ടായിരിക്കാം, പക്ഷെ എന്നേക്കാൾ ഉപരി ഓരോരുത്തർക്കും സിനിയൊക്കെ ഒരുപാട് ഭീമയുടെയും അങ്ങനെ പല പ്രസ്ഥാനങ്ങളുടെ ഒരു മോഡലാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ നമ്മളുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ അത്തരത്തിലൊരു പരസ്യ പ്രചാരണം നടത്താൻ തയ്യാറാവണം. നമ്മുടെ മെമ്പർമാർ ഉറങ്ങാതിരിക്കണം, ഉറങ്ങാതെ രാത്രി ഇരിക്കണം. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. ഈ 2 കുഞ്ഞുങ്ങളെ അപ്പം തന്നെ ഞങ്ങൾ 2 ഹോമിലേക്ക് മാറ്റി, 2 മാറ്റി. കാരണം ഇവന്മാർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേ പറ്റുള്ളൂ. ഇതിൻ്റെ പിന്നിലൊരു വൻ മാഫിയുണ്ട്. അപ്പം അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുത്തു. ഇന്നിപ്പോൾ പോലീസ് വന്നിട്ട് ഞങ്ങളുടെ സൂപ്രണ്ടിനെ കൊടുത്തു, അവിടെ വെച്ചിട്ട് മൊഴിയെടുക്കുകയാണ്. ഇന്നറിയാം ഇതിൻ്റെ പിന്നിലുള്ള മാഫിയ ആരാണ്. അത് ആ കുട്ടിയുടെയൊക്കെ കയ്യിലുള്ളത് ധാരാളം ഭയങ്കരമായ മാരകമായ മയക്കുമരുന്നുകളാണ്. ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മയക്കുമരുന്ന് കഴിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ തലച്ചോറും ശരീരവും ഇല്ലാണ്ടായി പോകും. ഞങ്ങൾക്ക് കുറേ ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അവിടെ വേറൊരു കുട്ടിയെ വിട്ടപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയർപേഴ്സൺ. ഞാൻ ചെന്താ, ആ കുട്ടിയുടെ തലച്ചോറ് മുഴുവൻ പോയി. ഇനി ആ കുട്ടിയെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യും? 5-ൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എന്താണ് ആ കുഞ്ഞ് എത്രയോ ദിവസങ്ങൾക്കുള്ളിൽ എവിടെയെങ്കിലും വീണ് തീരും. അതങ്ങനെയല്ലല്ലോ. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു സർക്കിൾ വിളിക്കുന്നു, മാഡം 16 വയസ്സുള്ള പെൺകുട്ടി റോഡിൽ രാത്രി 2:30 മണിക്ക് കുറേ ആമ്പിള്ളാരുമായിട്ടിരിക്കുന്നു. പോലീസ് ജീപ്പ് കൊണ്ട് ചവിട്ടി നിർത്തുമ്പോൾ എന്താ പോടാ എന്ന് ഈ പെൺകുട്ടി പറയുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മാഡം, ആ കുട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്തും? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ 12:30 മണിയാണ്. ഞാൻ പറഞ്ഞു 12:30 മണിയല്ലേ, 2 മണിക്ക് എൻ്റെ റെസ്ക്യൂ ടീം അവിടെ എത്തും, പോലീസ് സജ്ജമാകും എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കണം, നമ്മുടെ പെൺകുട്ടികളാണ്.
സജ്ജമാക്കുമെന്ന് പറഞ്ഞു. 2 മണിക്ക് എൻ്റെ റെസ്ക്യൂ ടീമിന് ഉത്തരവ് കൊടുത്ത് റെസ്ക്യൂ ഓർഡർ കൊടുത്ത് വിട്ടു. അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിയെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അപ്പോൾ 2 വനിതാ പോലീസുകാർ എൻ്റെ 2 ഭയങ്കര കിങ്കരന്മാരെ കണക്കത്തെ 2 ആണുങ്ങൾ, ഈ കുട്ടിയുടെ അമ്മ, എല്ലാവരും കൂടി ഈ കുട്ടിയെ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവർ ദേഹപരിശോധന നടത്തിയില്ല. പോലീസ് ഓഫീസർ ആയിരുന്നത് കൊണ്ട് പറയുകയാണ്. അവർ ദേഹപരിശോധന നടത്തുന്ന കാര്യമില്ലാന്ന് അവർ ചിന്തിച്ചു. കാറിലിരുന്ന് വന്ന് എൻ്റെ സിറ്റിംഗ് ഹാളിനകത്തേക്ക് ഈ പെൺകുട്ടി കയറിയത് ഒരു ഇത്ര നീളമുള്ള ഒരു കത്തി വലിച്ചൂരി എടുത്തിട്ട് ആ പെൺകുട്ടി ആ കത്തിയും വെച്ച് ചുഴറ്റി ആ കുഞ്ഞ് കാട്ടിക്കൂട്ടാനായിട്ട് ഇനി വേറൊന്നുമില്ല. ആ ഞങ്ങളുടെ സിറ്റിംഗ് കോടതിക്കകത്താണ് ഈ കുഞ്ഞ് ഇങ്ങനെ കത്തിയുമായിട്ട് പിന്നെ വിളിക്കുന്ന ചീത്തയ്ക്കൊന്നും എനിക്കറിയില്ല. ഞാൻ പോലും ഇത്രയും വലിയ ചീത്ത കേട്ടിട്ടില്ല. അത്രയും വലിയ ചീത്ത ഈ കുഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അമ്മയെ കണ്ടു. എന്താടി അമ്മയെ ചോദിക്കുന്നത്? എന്നിട്ട് മറ്റേ എന്തൊക്കെയോ പറഞ്ഞു, ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞ് അമ്മയെ പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 കൈ വെച്ച് 3 ഫയൽ എഴുതുക. അത്ര കേസും പ്രശ്നവുമായിട്ട് നടക്കും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇവള് റൗഡിയാണ് എന്ന്, ഇവൾക്ക് നമ്മളെ ധരിപ്പിക്കുകയാണ് അവളുടെ ലക്ഷ്യം. എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടി അവിടെ ഇരിക്കും, എനിക്ക് സൗകര്യമില്ലിരിക്കാൻ, നിങ്ങൾ എന്ത് ചെയ്യും ഇരുന്നില്ലെങ്കിൽ? അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ റൂമിലേക്ക് പോകും, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വിചാരിച്ചു എന്നാലും വേണ്ടില്ല, ഈ കത്തിയുമായിട്ട് അവൾ പൊക്കോട്ടെ, ഞാൻ അങ്ങോട്ട് ചെല്ലാം, അവളുടെ ആവശ്യം എനിക്ക് സൗകര്യമില്ല. എന്നിട്ട് അവൾ കസേരയിൽ കയറി കാലിൻ്റെ മേലെ കാലൊക്കെ വെച്ച് ഒരു കത്തിയൊക്കെ വെട്ടി ആ തടിയിൽ വെച്ച് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ പോലീസിൽ നിന്ന് വിറയ്ക്കുകയാണ് പോലീസുകാർ, വനിതാ പോലീസ്. കാരണം അവരുടെ തെറ്റാണ്, അവരിത് പരിശോധിക്കാറുണ്ട്, അവർ നിന്ന് വിറയ്ക്കുന്നുണ്ട് പാവം. അപ്പോൾ ഈ തടിയന്മാരും ഈ പോലീസും കൂടെ ഒരുമിച്ച് കത്തി വാങ്ങാനായിട്ട്, അതിനു മുന്നേ ഞങ്ങളുടെ ഒരു ചെടി വെച്ചിരുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. തട്ടി അടിച്ചിട്ട് അവിടെ മുഴുവൻ മണ്ണും ചെടിയും ഒക്കെ നാനാഭാഗത്തേക്ക് ചെതറും. ഈ കത്തി വാങ്ങാൻ ചെന്നത് ഇവളെ കത്തി വെച്ച് ഒരു റെസ്ക്യൂ ഓഫീസറുടെ കൈ വെട്ടി ഇയാളുടെ ബ്ലഡ് ചീറ്റി ചുവര് മുഴുവൻ ബ്ലഡായി. എന്നിട്ടും ഇയാൾ വിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ കുഞ്ഞിനെ മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡീഡിക്ഷൻ സെൻ്ററിലേക്ക് ആ കുഞ്ഞിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ. എല്ലാ അമ്മമാരോടും ഞാനൊരു കാര്യം പറയാണ്, എത്രയോ പെൺകുഞ്ഞുങ്ങൾ 9, 10, 11, 12, 13 തൊട്ട് കോട്ടയം നിൽക്കാം, അത്ര പോലും പ്രായമുള്ള കുഞ്ഞുങ്ങൾ പൂർണ്ണ ഗർഭിണികളായിട്ട് CWCയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേടുണ്ടല്ലോ, ഉണ്ടാവരുത്. നമ്മൾ ഏതോ സിനിമയിൽ ജഗതി ഒരു എന്താ ഈർക്കിൽ വെച്ചിട്ട് കണ്ണിലിങ്ങനെ വെച്ചിട്ടിരിക്കും, അതുപോലെ ഇരിക്കേണ്ടുന്ന. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇവിടെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതാണ്. അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവും, ക്ഷമിക്കുക. പുലർച്ചെ 1 മണിക്കാണ് തിരൂരിൽ നിന്ന് പുറപ്പെടുന്നത്. പിന്നീട് പ്രിയ സുഹൃത്ത് ജിൽഷാദിനെ കൂടി ഒരുമിച്ചായിരുന്നു യാത്ര. 2010 പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ന്യൂജ്യോതി പബ്ലിക് സ്കൂൾ. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ ഏറെ സഹായകമായ വ്യക്തിയായിരുന്നു ശ്രീ ഷിജു അഗസ്റ്റിൻ സാർ. അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി 5 കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം പിന്നീട് 200-ൽ പരം കുട്ടികളുമായി വരികയും കൊറോണ എന്ന മഹാമാരി തകർത്താടിയപ്പോൾ വിരലിലെണ്ണാവുന്ന കുട്ടികളുമായി ഞങ്ങളുടെ സ്ഥാപനം വീണ്ടും തകർച്ചയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് പല പാരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും നല്ലൊരു സഹകരണം കൊണ്ടാണ് വീണ്ടും എനിക്ക് മുന്നോട്ട് എത്താൻ സാധിച്ചത്. ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ വാർഡ് മെമ്പറായ അബ്ദുൾ സലാം സാർ. അവർകളും ഈ സഫീർ അവർകളും നമ്മുടെ സ്കൂളിന്റെ എന്ത് കാര്യത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും എന്ത് കാര്യം പറയുമ്പോഴും എല്ലാ തുണയും നൽകുകയും എന്ത് കാര്യത്തിനും ഒപ്പം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നതാണ് ഇവർ. ഇനിയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് പനച്ചമൂട് ഷാജഹാൻ സാർ. ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടാതെ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട വ്യക്തിയാണ് ഹാരിസ് സാർ. വളരെ ദൂരത്തു നിന്നും ഒരു ഫോൺ വിളി ഹാരിസ് സാർ എത്തിയിട്ടില്ല, പക്ഷെ ഓൺ ദ വേ ആണ്, ഉടനെ എത്തും. ഹാരിസ് സാർ വളരെ ദൂരത്തു നിന്നും ഒരു ഫോൺ വിളിയിൽ നമുക്കുണ്ടാവും എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹം ഓൺ ദ വേ ആണ്. ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഇവരുടെ സഹായ സഹകരണങ്ങൾ ആമിന ഷാഫി
Thank you, ma'am. Please welcome Madam. Congratulations, Vinayak. Thank you, ma'am. Congratulations, Malik. Thank you, sir. Parents, big crowd. Parachim. Pick up. Congratulations, Hanina. Congratulations, Hana. Congratulations, Adina. Parents, big thumbs up. Big clap. Congratulations, Nadia.